മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മാറ്റുവാനായി മരത്തിന്മേലാർദ്ദനായി തൂങ്ങി ഭരിക്കുന്നു രക്ഷകൻ ദൈവം. അതെ, മാനവരാശിയുടെ രക്ഷയ്ക്കായി മനുഷ്യനായി ജന്മമെടുത്ത രക്ഷകൻ മരത്തിനുമേൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യ ലംബമായി 3 ആണികളിൽ മേൽ നിന്ന് രക്ഷ മാനവന് പകർന്നു കൊടുത്ത വലിയ ദിനമാണ് ദുഃഖവെള്ളി. പറുദീസായിലെ മരത്തിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഓരോരുത്തരുടെയും തിന്മയുടെ കെട്ടുകൾ ഗാഗുൽത്തായുടെ വിരിമാറിൽ ധരയിൽ നിന്ന് മാനവനാൽ വെട്ടിമാറ്റപ്പെട്ട് ഒട്ടിച്ചു ചേർത്ത മറ്റൊരു മരക്കൊമ്പിൽ രക്ഷ മാനവന് സാധ്യമാക്കി, നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കി തന്നു. അപമാനത്തിൻ്റെയും പീഡനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ചിഹ്നമായ കുരിശിൽ കിടത്തി ആണികളാൽ മരത്തോട് ബന്ധിച്ചു ചേർത്ത് ആകാശത്തിന് ഭൂമിക്ക് മധ്യ നാട്ടി നിർത്തി ചുറ്റും നടന്നു പോയവർ കണ്ട് ആ കുന്നിൻ നെറുകയിൽ അവനെ ഉയർത്തിയത്. ആ ഉയർത്തിയവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ലോകത്തിലും വെച്ച് ഏറ്റവും പുണ്യപ്പെട്ട ഭൂമിയായി അത് മാറ്റപ്പെടുമെന്ന്, ആ കുരിശു മാറുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒരുപക്ഷെ അവഹേളനത്തിനും ഒറ്റിക്കൊടുക്കലിനും തള്ളിപ്പറച്ചിലിനും ഒക്കെ ചുറ്റുമുള്ളവർ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവാം. നമുക്കെതിരെ തിന്മകൾ പറഞ്ഞ് കാൽവരിയോളം നമ്മെ ഉയർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ നാം ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ആ ക്രൂശിതനിലേക്ക് നോക്കി നിശബ്ദമായി മാത്രം നിൽക്കുക. അവൻ നമ്മെ ഉയർത്തും പ്രിയപ്പെട്ടവരെ. അവൻ എത്രത്തോളം ഉയർന്നുവോ അതുപോലെ നമ്മയും ഉയർത്തും എന്നുള്ള ബോധ്യത്തിലായിരിക്കാം ഈ ദുഃഖവെള്ളി. ഒറ്റപ്പെടുത്തി